ആണ് ഇത് എത്ര പല്ല് പ്രായമാണിത്? 2 പല്ല്. എത്ര മാസം ഞാൻ ഇருக்கு? 20 ദിവസം ഗ്യാപ്പ് இருக்கு. ஓகே ஓகே. எவ்வளவு கேக்குற அவரு? அண்ணா அவர் 1 ரூபாய் கேக்குறாருன்னா எங்கனா கொடுங்க. ஓகே ஓகே. குடியில விட ஒரு பஸ்ஸுக்கு வந்து ஒரு 15,000 முதல் 20,000 வரை விலை குறவுണ്ട്. കുടികളിൽ വാങ്ങുന്നതിനായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 15,000 വരെ കുറച്ച് നോക്കിയിട്ട് നീ കുടിയിൽ മേടിച്ചു കേട്ടാ. ഈറോഡ് വന്ന് നോക്കിയിട്ട് കുടിയിൽ മേടിച്ചു. ഓക്കെ. ഇത് മൊത്തം ഈ 47 പശുക്കളുടെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു തരണം. 47 പശുക്കളും മാക്സിമം வந்து ഒരു 15 ഒരു 25-28 ലിറ്റർ വരെ എടുത്തിട്ട്. നമ്മളിവിടെ ഏട്ടാ സ്ഥലം? ചിറായി. എറണാകുളം വാങ്ങിക്കുന്നത്. ആദ്യമായിട്ട് വരുമോ? നമ്മൾ നേരത്തെ എവിടുന്ന് എടുത്തിട്ടാ പശുക്കളൊക്കെ? പാലക്കാട് നിന്ന് എടുത്തിട്ടാണ്. എത്ര പശുക്കളുണ്ട് ഫാമിൽ മൊത്തത്തിൽ? 12. ഇപ്പൊ ഇതുകൂടെ കൂടി 3. നമ്മുടെ സ്കീം വല്ലതാണോ നമുക്ക് പേഴ്സണലാണോ? പേഴ്സണൽ ആവശ്യം. എങ്ങനെ പശുക്കളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കേടാ. ഹലോ നമസ്കാരം, എല്ലാവരും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈറോഡ് മാർക്കറ്റാണ്. ഈറോഡ് മാർക്കറ്റിൽ ഈ ആഴ്ച നമ്മൾ വാങ്ങിക്കുന്നത് ഒരു 50ഓളം പശുക്കളാണ്. 47 to 50ഓളം പശുക്കളാണ് നമ്മുടെ ഈ ഒരു ബാക്കിൽ നിൽക്കുന്നത്. ഈ ഒരു പശുക്കളുടെ വിശേഷങ്ങളാണ്. ഏകദേശം 3 സംസ്ഥാനങ്ങളിലാണ് നമ്മൾ വാങ്ങിയത്. കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളിലേക്ക് വാങ്ങിയത്. അടിപൊളി പല വെറൈറ്റീസിൽ പല ടേസ്റ്റ് അനുസരിച്ച് വാങ്ങിയ പശുക്കളാണ്. ഈ ഓരോ പശുക്കളുടെ വില നിലവാരം, ഏകദേശം മിൽക്ക് കപ്പാസിറ്റി എല്ലാം അടങ്ങിയ വീഡിയോ ആണ്. മാക്സിമം വീഡിയോസ് ഫുള്ള് കണ്ട് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റിലേക്ക് എത്തുന്ന നേരെ പോകാം വീഡിയോയിലേക്ക്. ശരിക്കണ വണക്കണ എപ്പടി இருக்கണா? இன்னும் ஏது மார்க்கெட்ல நின்னுட்டு இருக்கனா? ஈரோடு மார்க்கெட். டோட்டல் எவ்வளவு மாடு வாங்கியிருக்க? டோட்டல் வந்து 47 வாங்கியிருக்கணும். 47 மாடா இருக்கு. ஏதேது ஸ்டேட்ലേക്ക് പോയിരിക്ക? കേരള പോതെ, തമിഴ്നാട് പോതെ, കർണാടക. 3 സ്റ്റേറ്റിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് ടൈം ആണോ 3 സ്റ്റേറ്റിലേക്ക് വൺ ടൈമിൽ? ഇല്ല, കഴിഞ്ഞ ആഴ്ച എടുത്തിട്ട്. ഇപ്പൊ ഈ ആഴ്ച നമ്മൾ 3 സ്റ്റേറ്റിലേക്ക് നമ്മുടെ കർണാടക ടീംസ് ആണ് ഇവിടെ നിൽക്കുന്നത്. അവരുടെ സ്കീമിലേക്ക് കർണാടകയിലേക്ക് ടോട്ടൽ എത്ര എടുത്തിരിക്കണം? കർണാടകക്ക് 9 ടോട്ടൽ. വേറെ ഓക്കെ, വേറെ ടീംസ് ആണ് വേറെ എടുത്തിട്ടുള്ളത്. നമ്മൾ കർണാടകയിൽ ശക്തിയാണ് 9 എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന 9 പശുക്കളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന അടിപൊളി HFന്റെ നല്ല അടിപൊളി 9 പശുക്കളാണ്. ഇത് മൊത്തം ഈ 47 പശുക്കളുടെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു തരണം. 47 പശുക്കളും മാക്സിമം வந்து ഒരു 15 ഒരു 25-28 ലിറ്റർ വരെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് എടുത്തിരിക്കണം? അങ്ങനത്തെ ഇതൊക്കെ എത്ര പാൽ പ്രതീക്ഷിക്കണം? ഇതെല്ലാം കന്നിപ്രസവം, ഇത് 2வது പ്രസവം, ഇത് കന്നിപ്രസവം. ஆனா ஜஸ்ட் பால் கெபாசிட்டிக்கு எவ்வளவு கிடைக்கும் இந்த மாடுக்கு? இந்த மாடு வந்து ஒரு 25 லிட்டர் கிடைக்குனா சின்ன மாடு 25 ലിറ്റർ പ്രതീക്ഷിക്കാം അല്ലേ? ഏകദേശം പ്രൈസ് റേഞ്ച് ഇതൊക്കെ എത്ര വന്നിട്ടുണ്ട്? എല്ലാം ഒരു 80 മുതൽ 90-95 വരെ ഉണ്ടാട്ടാ. എല്ലാം ഹൈബ്രിഡ് പശുക്കളാണ്. ഈ വാങ്ങിയത് 80, 90, 95. കുടിയിലെ വില ഒരു പശുക്ക് வந்து ഒരു 15,000 മുതൽ 20,000 വരെ വില കുറവുണ്ട്. കുടികളിൽ വാങ്ങുന്നതിനായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 15,000 വരെ കുറച്ച് നോക്കിയിട്ട് നീ കുടിയിൽ മേടിച്ചു കേട്ടാ. ഈറോഡ് വന്ന് നോക്കിയിട്ട് കുടിയിൽ മേടിച്ചു. ഓക്കെ, ഇവിടെ വന്ന് നോക്കിയിട്ട് വില കൂടുതലാണെങ്കിൽ കുറവാണെങ്കിൽ പോയി വാങ്ങാം അല്ലേ? 4 പല്ല് ഇനി ഇന്ന പ്രസവിക്കാൻ ഒരു 15 ദിവസം ഉണ്ട്. ഒരു 15 ദിവസം ഉണ്ട്. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക്? ഇതെല്ലാം ഒരു 20ക്ക് മേലെ കിട്ടേട്ടാ. ഇതൊക്കെ എത്ര പല്ല് പ്രായമാണ്? അത് 4 പല്ലേട്ടാ. 4 പല്ല്. ഇത് 2 പല്ല്. 2 പല്ല് പ്രായം. ഇത് 2 പല്ല്. ഇത് 2 പല്ല് തന്നെ. ഇതെല്ലാം ഒരു ദിവസം എത്ര പാല് പ്രതീക്ഷിക്കണം പശുക്കളെല്ലാം? എല്ലാം ഒരു ദിവസം ഒരു 20 ലിറ്റർ കിട്ടും. 20 ദിവസം കിട്ടുന്ന HF പശുക്കളാണ്. 25 ലിറ്റർ കിട്ടും. 20 എത്രാമത്തെ പ്രസവമാണ് ഇത്? 2ാമത്തെ പ്രസവം. ഇതെല്ലാം 2ാമത്തെ പശുക്കളാണ്. ഇതൊക്കെ ഏകദേശം പ്രൈസ് റേഞ്ച് എവിടെ വന്നിട്ടിരിക്കണം? ഇതെല്ലാം ഒരു 80ക്ക് മേലെ വന്നിരിക്കും പ്രൈസ് റേഞ്ച് അല്ലേ? 25. നമ്മളിവിടെ ഏട്ടാ സ്ഥലം? ചിറായി. എറണാകുളം വാങ്ങിക്കുന്നത്. ആദ്യമായിട്ട് വരുമോ? നമ്മൾ നേരത്തെ എവിടുന്ന് എടുത്തിട്ടാ പശുക്കളൊക്കെ? പാലക്കാട് നിന്ന് എടുത്തിട്ടാണ്. എത്ര പശുക്കളുണ്ട് ഫാമിൽ മൊത്തത്തിൽ? 12. ഇപ്പൊ ഇതുകൂടെ കൂടി 3. നമ്മുടെ സ്കീം വല്ലതാണോ നമുക്ക് പേഴ്സണലാണോ? പേഴ്സണൽ ആവശ്യം. എങ്ങനെ പശുക്കളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കേടാ. ശരിക്കും ബാക്കി പശുവിടെ ഇത് കന്നിപ്രസവമാണ്. എത്ര പാല് പ്രതീക്ഷിക്കണം? 2 പല്ലേട്ടാ. എത്ര പാല് പ്രതീക്ഷിക്കാം? ഒരു 15 ലിറ്റർ കിട്ടും. ഓക്കെ, ഇതൊക്കെയാണോ? എത്രാമത്തെ പ്രസവം? 3ാമത്തെ പ്രസവം, 2ാമത്തെ പ്രസവം. ഇത് എവിടത്തേക്ക് വാങ്ങിയ പശുക്കളാണ്? ഇതെല്ലാം തമിഴ്നാട് വാങ്ങിയിരിക്കട്ടെ. ഇതെല്ലാം തമിഴ്നാട് ജേഴ്സി ക്രോസ് വരുന്നില്ലേ? ஆனா ഈ മാടൊക്കെ എങ്ങനെ കാണിക്കുക? ഇത് ഇപ്പോ പ്രസവിച്ചിരിക്കണം. പ്രസവിച്ചു. ഓക്കേ. പശുവിനെ മേടിച്ച് കെട്ടി ഇവർക്ക് പ്രസവിച്ചു. വാങ്ങിയ ശേഷം എത്ര പാല് പ്രതീക്ഷിക്കണം? ഇത് നമുക്ക് 15 കിട്ടേണ്ട. 15-നകത്ത് പ്രതീക്ഷിക്കാം. എത്ര വില, എന്ത് വിലയായിട്ടാണ്? അതെല്ലാം வந்து ഒരു 60 മേലെ വന്നിട്ടുണ്ട്. 60 റേഞ്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം തമിഴ്നാട്ടിലേക്ക് വാങ്ങിയത്? ഇതെല്ലാം തമിഴ്നാട് വാങ്ങിയ പശു. തമിഴ്നാട് എന്താ ഊരാണ്? ഇതെല്ലാം തിരുവണ്ണാമലൈ. ചേട്ടൻ വാങ്ങിയ ചേട്ടാ എന്താ ഫാം നമുക്ക്? തിരുവണ്ണാമല. എവിടെ മാട് വെച്ചിരിക്കണം? ടോട്ടല് ഒരു
ஒரு 100 மாட்டுக்கு மேல. 100 மாடு. நம்ம இது முன்னாடி எடுத்து கொடுத்துருக்கா அவருக்கு இந்த ஃபேமிலி. சிரம் நம்ம தான் எடுத்து கொடுக்குறோம். சிரம் மந்த்லி வந்துட்டு இருக்கேங்க. மந்த்லி ஒன் டைம் வரேன்டா. ஓகே, மாடு அப்டேட் பண்ணிட்டு இருக்கு. இதெல்லாம் தமிழ் தான் இருக்க போதுண்ணா. இதுக்கு எவ்வளோ பால் கறக்கணும் இந்த மடக்கு? இந்த மடக்கு எவ்வளோ பால் கறக்கும்? இதெல்லாம் வந்து ஒரு 25 லிட்டர் கிட்ட. தமிழ்நாடு கிளைமேட் செட் ஆகுന്ന மாதிரி மாடு எடுத்துருக்குல்ல. கொஞ்சம் எல்லாம் க்ரோஸ் மாடு வாங்கியிருக்கு. எல்லாம் HF ஜேர்சியில் க்ரோஸ் வந்துருக்குல்லண்ணா. ഇതൊക്കെ എവിടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കണം മൊത്തത്തിൽ? ഇതെല്ലാം 55 to 65 പ്രൈസ് റേഞ്ചിൽ വന്ന ക്രോസ് മാടുകളാണ്. ഒരു ആവറേജ് മീഡിയം ടൈപ്പിൽ സൈസിൽ വരുന്ന ഇതേപോലെ ക്രോസ് മാട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടില്ല. ഏത് പ്രൈസ് റേഞ്ചിൽ നമുക്ക് മിനിമം എത്ര തൊട്ട് സ്റ്റാർട്ടിങ് കിട്ടണം? മിനിമം வந்து ഒരു 30,000 മുതൽ 1 ലക്ഷം വരെ ഉണ്ട് കേട്ടോ. 30,000 മുതൽ 1 ലക്ഷം റേഞ്ചിൽ വരെ പക്ഷേ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ആണ് ഇവിടെ ഇങ്ങോട്ട് വരണമെങ്കിൽ എങ്ങനെ വരണം കേരളത്തിൽ നിന്ന്? പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ്. ഓക്കെ, ആണ് നമ്പർ சொல்லுங்கண்ணா. 709 ഓക്കെ 2211 ഏത് സമയത്ത് വിളിച്ചാലും കിട്ടിയിരിക്കണം? ഏത് സമയത്ത് വിളിച്ചാലും. എത്ര മാട് വേണമെങ്കിലും വാങ്ങാണ് ഇവിടുന്ന് മാക്സിമം? മാക്സിമം ഒരു ദിവസത്തിൽ வந்து ഒരു 300 മാട് വരെ എടുക്കും. 300 മാടാ ടോട്ടൽ? അപ്പോൾ എவ்வளோ മാട് വന്നിട്ട് இருக்கணுங்க? 2500 மேலே மாடு வந்துட்டு இருக்கு. எருமை வாங்க முடியுமா இங்க? ஓகே. மீடியமாக போடுங்களா? பெருசாக இருக்குது அதுதான் மாற்றுங்க. ஏன்னா அது சரி அப்படியே காட்டி அதில் கட்டிவிட்டு கேட்ட பணத்தில் 20,000 ஸ்மார்ட் மீடியா ആണ്. ഇത് എത്ര പല്ല് പ്രായമാണിത്? 2 പല്ല്. എത്ര മാസം തന്നെ ഇருக்கு? இதெல்லாம் வந்து ஒரு 20 ദിവസം முடிக்கலாம். 20 வருஷம் கேப் இருக்கு. இதை ஜோதிச்சிட்டு இருக்கேன் நம்ம பாட்டிக்கு. ஓகே ஓகே. எவ்வளோ கேட்குறவரு? ஆனா அவர் 1 ரூபாய்க்கு கேட்குறாருன்னா எங்கன்னா கொடுங்க. ஓகே ஓகே. லாஸ்ட் எவ்வளோ வாங்க நமக்கு இது? அவர் 1.45 அவர் சொல்லுது. இவர் 1 ரூபாய்க்கு അത് അത്യാവശ്യം നല്ല ഹെവി സൈസ് പശുവാണ്. ஒரு ரட்டிக்கு ஒரு காம்பு. சரி. குடிப்பா முன்னாடி அப்படியே பாரு